പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 18-ാം അധ്യായത്തിൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി 9 മുതലുള്ളതാണ്. നിങ്ങൾ ഇത് കേൾക്കുന്നവരും കാണുന്നവരുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അതുപോലെ അത് പരമാവധി എല്ലാവർക്കും തന്നെ, നിങ്ങളറിയുന്നവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ദൈവത്തിൻ്റെ വചനം എല്ലാവരും അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതും സുവിശേഷ പ്രവർത്തനമാണ്. അത് എല്ലാ മതസ്ഥർക്കും അത് നന്മയെ വരുത്തുകയുള്ളൂ. അതുപോലെ മറ്റു മതങ്ങളെ പറ്റിയൊക്കെ നല്ലൊരു അറിവ് കിട്ടുന്നതും നമുക്ക് നല്ലതാണല്ലോ. അതുകൊണ്ട് മറ്റു മതസ്ഥർക്ക് ഇത് അനുഗ്രഹകരമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അത് നിങ്ങളോടൊക്കെ പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 9 മുതലുള്ള വാക്യങ്ങൾ അപ്പോൾ നമ്മൾ കണ്ടു. വിശുദ്ധ ത്രിത്വമാണ് അബ്രഹാത്തെ സന്ദർശിച്ചത് എന്ന് സഭാപണ്ഡിതർ പറയുന്നു. കാരണം അത് അവിടുന്ന് പലയിടത്തും അത് ഏകവചനത്തിലും ബഹുവചനത്തിലും പറയുന്നുണ്ട്. ഏകവചനം എന്ന് പറയുമ്പോൾ അത് ദൈവം തന്നെയാണ്. അത് ബഹുവചനം തീർച്ചയായിട്ടും വിശുദ്ധ ത്രിത്വമാണ്. മുഴുവനുമായിട്ടാണ് ദൈവവും പുത്രനും പരിശുദ്ധാത്മാവും 3 പേരും കൂടെ ചേരുന്ന ആണ് വിശുദ്ധ ത്രിത്വം ആയിരുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് ചിലടത്ത് ഞാൻ പറയാം, 18-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നു. 5, 8, 9, 16 വാക്യങ്ങളിൽ അത് ബഹുവചനമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് വിശുദ്ധ ത്രിത്വമാണ്. അല്ലാതെ ദൈവം വന്ന് ഏകവചനമായിട്ട് പറയത്തില്ല. ഇപ്പോൾ നമ്മൾ 2-ാമത്തെ വാക്യം, അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവിടെ അബ്രാഹത്തിന് ആ ഓക്കുമര തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് തനിക്കെതിരെ 3 പേർ വരുന്നത്. തല ഉയർത്തി നോക്കിയപ്പോൾ 3 പേരെ കണ്ടു. 3 പേർ വന്ന് തനിക്കെതിരെ നിൽക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് 5-ാം വാക്യം, 8-ാം വാക്യം, 9-ാം വാക്യം, 16-ാം വാക്യത്തിലെല്ലാം അവിടെ ആ ബഹുവചന രൂപമുണ്ട്. ഇനി അത് ഏകവചന രൂപം അത് 3-ാം വാക്യത്തിലുണ്ട്, 10-ാം വാക്യത്തിലുണ്ട്, 13-ാം വാക്യത്തിലുണ്ട്, 14-ാം വാക്യത്തിലുണ്ട്, 15-ാം വാക്യത്തിൽ, 21-ാം വാക്യം, 33-ാം വാക്യം, ഇങ്ങനെ പിന്നെ അങ്ങോട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് സിംഗുലറാണ്, ആ ഏകവചനം. അപ്പോൾ അത് ദൈവം കർത്താവ് എന്നുള്ളത് കാണിക്കുന്നതാണ് അവിടെ കാണുന്നത്. ഇനി ദൈവത്തെ കർത്താവെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ചിലർക്കൊക്കെ സംശയമുണ്ട്. ചിലരൊക്കെ പറയുന്നുണ്ട്. നമ്മളെ ക്രിസ്ത്യാനികളായാലും ചിലർ പറയുന്നു. അല്ലാത്തവരൊക്കെ ധാരാളമായിട്ട് അത് സംശയിക്കും. അങ്ങനെ പറയുന്നവരുണ്ട്. മുസ്ലിം സഹോദരന്മാർ ഒക്കെ ദൈവത്തെ കർത്താവെന്ന് പറയാം. അപ്പം 2 2ആണോ എന്ന് കർത്താവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കർത്താവെന്ന് പറയുമ്പോൾ കർത്തൃത്വം നടത്തുന്നവൻ, നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നത്. കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിക്കുക, നമ്മളെ പരിപാലിക്കുക,
നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പോൾ നമ്മുടെ മേലിൽ നമ്മുടെ ആ അധികാരമുള്ളയാൾ, ആ ഒരാളാരാ? ദൈവം തന്നെയാണ്. ആ അധികാരം ചെലുത്തുന്നയാണ് കർത്തൃത്വം നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ കർത്തൃത്വം നടത്തുന്നയാൾ ആണ് കർത്താവെന്ന് വിളിക്കുന്നത്. നമ്മുടെ മേലിൽ പരമാധികാരമുള്ളത് ദൈവത്തിന് തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ടു, ആദ്യ മര്യാദയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അബ്രഹാം ചെന്ന് ആ 3 പേരെയും സൽക്കരിച്ചു. ആരെന്നൊന്നും അറിയാതാണ് ഈ നിലം പറ്റെ വണങ്ങി അവരെ സ്വീകരിച്ച് അവരെ സൽക്കരിക്കുന്നത്. ഉടൻ തന്നെ അവർക്ക് വേണ്ടുന്ന വിഭവങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നു. അവിടെ ആകുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ, ദൈവവിശ്വാസിയുടെ, ഈശ്വരവിശ്വാസിയുടെ ഒരു പ്രത്യക്ഷമായ ലക്ഷണമാണ് ആതിഥ്യ മര്യാദ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ആതിഥ്യ മര്യാദയിൽ അത് അവർക്ക് ഏറ്റവും വലിയ ശുശ്രൂഷ നമ്മൾ ചെയ്യുക. കാരണം നമ്മളെക്കാളും ഏറ്റവും വലിയവരാണ് നമ്മുടെ മുൻപിലുള്ളത്. എൻ്റെ ഭവനത്തിൽ വന്നത് അവരൊരു പക്ഷേ നമ്മളെ മുൻപിൽ അവർ വലിയ ധനികരോ വലിയ പ്രൗഢിയോ മോടിയോ ഒന്നുമില്ലാത്തവരായിരിക്കും. പക്ഷെ നമ്മുടെ ഭവനത്തിൽ വന്നു കഴിയുമ്പോൾ അവർ നമ്മുടെ അതിഥികളാണ്. അതിഥികളോടുള്ള പെരുമാറ്റം എന്നേക്കാളും ശ്രേഷ്ഠരായവൻ അല്ലെങ്കിൽ ശ്രേഷ്ഠരായവർ ആണ് എന്നുള്ളതാണ്. അതൊരു ക്രിസ്ത്യാനിയുടെയും ഈശ്വരവിശ്വാസികളുടെ എല്ലാവരുടെയും ചുമതലയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ അങ്ങനെ തന്നെ ആയിരിക്കണം. ആദിമ നൂറ്റാണ്ടുകളിലൊക്കെ ക്രിസ്ത്യാനികളെ ഒളിവിൽ കഴിയുമ്പോൾ അവർ വെളിയിൽ അറിയാതാണ് അവരുടെ വീടുകളിൽ കഴിയുന്നവർ ക്രിസ്ത്യാനിയാണോ ആരാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരുടെ ആ പെരുമാറ്റ രീതി, അവിടെ അവരെങ്ങനെയാണ് മറ്റുള്ളവരെ സ്വീകരിക്കുന്നത്, മറ്റുള്ളവരോട് ഇടപെടുന്നത് എന്ന് കണ്ടാണ് അവർ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് അങ്ങനെയുള്ള ചരിത്രമൊക്കെ ഉണ്ട്. അപ്പം ധാരാളമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ചുമതലയാണ്. അപ്പോൾ ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലെ വിശുദ്ധ പൗലോസ് 13-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളൊക്കെ ആതിഥ്യ മര്യാദയെ പറ്റി പറയുന്നുണ്ട്. ആതിഥ്യ മര്യാദ നിങ്ങൾ മറക്കരുത് എന്നവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശദ വിവരമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അതുപോലെ വേണം നമ്മൾ ഇന്ന് പെരുമാറാൻ. അതുപോലെ ഇനിയും അടുത്ത് അങ്ങനെ വരുമ്പോൾ 12-ാം വാക്യത്തിൽ ഒൻപതാം വാക്യത്തിൽ അവൾ പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യ സാറ എവിടെ? ഈ വന്നവർ ചോദിക്കുന്നുണ്ട്. അവർ അവനോട് ചോദിച്ചു. അവിടെ പ്ലൂറലാണ്, ബഹുവചനം. നിൻ്റെ ഭാര്യ സാറ എവിടെ? കൂടാരത്തിലുണ്ട്. അവൻ മറുപടി പറഞ്ഞു, കർത്താവ് പറഞ്ഞു വസന്തത്തിൽ. അവിടെ ഏകവചനമാണ്. കർത്താവ് പറഞ്ഞു. അവർ ചോദിച്ച ആൾ തന്നെയാണ്. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിൻ്റെ ഭാര്യ സാറായിക്കൊരു മകനുണ്ടായിരിക്കും. അടുത്ത വർഷം സമയത്ത് ഞാൻ തീർച്ചയായിട്ടും വരും. അപ്പോൾ അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് തീർച്ചയായും നിൻ്റെ ഭാര്യയ്ക്ക് സാറായിക്കൊരു മകനുണ്ടായിരിക്കും. അവിടെ നിന്നുകൊണ്ട് സാറായി ഇതിൻ്റെ പുറകിൽ കൂടാര വാതിൽക്കൽ അബ്രാഹാം നിൽക്കുന്നു. അവർ മറ്റു വന്ന ആതിഥേയർ മുൻപിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ സാറായി അവിടെ മറഞ്ഞ് നിൽക്കുകയാണ്, പുറകിൽ നിൽക്കുകയാണ്. അവരെ കാണാം. അന്നത്തെ സ്ത്രീകൾ അങ്ങനെ മുൻപിലോട്ട് വന്ന് പ്രത്യക്ഷപ്പെടത്തില്ലല്ലോ. ഇന്നും പല വീടുകളിലും അങ്ങനെയാണല്ലോ. അതൊരു മര്യാദയാണ്, കുലീനത്വമാണ്. അപ്പോഴവിടെ നിന്നുകൊണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ സാറായി അവിടെ നിന്നുകൊണ്ട് പുറകിൽ നിന്നുകൊണ്ട് ചിരിക്കുന്നു. ആരും കാണുന്നില്ല. കാരണം എന്തൊരു വിഡ്ഢിത്തമാണ് പറയുന്നത്. 90 വയസ്സ് 80 വയസ്സൊക്കെ കഴിഞ്ഞ സാറായിക്കും 90-100 വയസ്സോളം അതിനോടടുത്തെത്തിയ അബ്രാഹത്തിനും കുഞ്ഞുങ്ങളുണ്ടാകുക എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അവൾ ഉള്ളിൽ ചിരിച്ചു പറഞ്ഞു. അപ്പോഴടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നതില്ല. അപ്പോൾ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അവർ ചോദിക്കുകയാണ്. കർത്താവ് മുറിഞ്ഞു. എന്തിനാണ് ചിരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഇതുപോലെ അബ്രഹാം ഇതുപോലെ ചിരിച്ചു. നേരത്തെ 12-ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ കണ്ടു. കമിഴ്ന്ന് വീണ് ചിരിച്ചെന്നാണ് പറയുന്നത് 17-ാം വാക്യത്തിൽ. അബ്രഹാം കമിഴ്ന്ന് വീണ് ചിരിച്ചു. അതുപോലെ ഇവിടെ സാറായി നിന്ന് ചിരിച്ചു. അപ്പോൾ പറഞ്ഞു, അബ്രഹാം ഇവിടെ ആത്മകഥം ചെയ്യുകയാണ്, അങ്ങനെ ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവുകയില്ലയോ എന്ന് തന്നെത്താൻ മനസ്സിൽ. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുമോ?
ഇനിയും ഉണ്ടാകാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിലും കണ്ടു. അപ്പോൾ ചിരിച്ചത് എന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഇത് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ പറയുന്ന വാചകമാണ്, നമ്മൾ കണ്ടതാണ്. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും, അപ്പോൾ സാറായിക്കൊരു മകനുണ്ടായിരിക്കും. നിഷേധിച്ച് പറഞ്ഞ് സാറാ എന്തുവാ, ഞാൻ ചിരിച്ചില്ല. കാരണം ഭയപ്പെട്ട് പറയാണ്. അവിടുന്ന് പറഞ്ഞു, അല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു അവിടുന്ന്. അപ്പം വന്നവർ 3 പേര് അവരാണ് സംസാരിക്കുന്നത്. ഇവിടെയും ഏകവചനമാണ് ഇവിടെ. അല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു അവിടുന്ന് പറഞ്ഞു. അവിടുന്ന് പറയുമ്പോൾ അവരല്ല, ഒരാളെയാണ് പറയുന്നത്, കർത്താവിന്. അപ്പോൾ അങ്ങനെ അടുത്തത് അവിടുന്ന്. അപ്പോൾ കർത്താവ് അവിടുന്ന് നമ്മൾ 16 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് സോദോമിന് നേരെ തിരിച്ചു. സോദോം ഗൊമോറയുടെ കാര്യമാണ് ഇനിയും പറയുന്നത്. അപ്പോൾ അവിടെ അവർ തിരിച്ചു. അപ്പോൾ കർത്താവ് ഈ പോകുന്ന വഴിക്ക്, അപ്പോൾ കർത്താവ് ആലോചിച്ചു, അവർ ചെയ്യുന്ന അബ്രഹാം അവരെ അനുയാത്ര ചെയ്തു കൂടെ പോയി. അപ്പോഴേ ചോദിച്ചു പോകുന്നുണ്ട്. അപ്പോൾ കർത്താവ് ആലോചിച്ചു, അബ്രാഹാം മഹത്വം ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ സകല ജനതകളുടെയും ഉന്നതനായ പിതാവ് എന്ന് എല്ലാവരും വാഴ്ത്തുമെന്ന് പറഞ്ഞപ്പോൾ അവനിലൂടെയാണ് ആ എല്ലാ ജനതകളെ അനുഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കർത്താവ് തട്ടിവിട്ടതാണ്. അപ്പോൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് വയ്ക്കണോ? അപ്പോൾ അവിടെ ആ ലോകത്ത് അന്ന് അബ്രഹാമിൻ്റെ മുൻപിൽ എന്തെല്ലാം നടക്കുന്നോ അതെല്ലാം തീർത്ത് പറയണം. അബ്രഹാമും പറഞ്ഞു, അത് അബ്രഹാമിനെ അറിയിക്കുന്നതല്ലേ ഉചിതമെന്ന് കർത്താവും ചിന്തിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കണം. ഇങ്ങനെയൊക്കെ ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ ഉത്തരവാദിത്തമുള്ള എൻ്റെ പ്രിയ സുഹൃത്തായിട്ട് കാണപ്പെടുന്നത്. അബ്രഹാമിൻ്റെ സുഹൃത്തായിട്ടാണ് അബ്രഹാമിനെ കാണുന്നത്. അപ്പോൾ കാരണം എന്താണ്? അപ്പോൾ അബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് കർത്താവ്. എന്തിനാ? നീതിയും ന്യായവും ഒക്കെ പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും തലമുറകളോടും പിൻതലമുറക്കാരോടെല്ലാം കൽപ്പിക്കുന്നതിന്, അവരെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയുള്ള ആളാണ്. അപ്പോൾ കർത്താവ് അവിടെ രഹസ്യമായിട്ട് ഓരോന്ന് ചെയ്താൽ പറ്റുമോ അബ്രഹാമിൻ്റെ മുൻപിൽ? അപ്പം കേവലം മനുഷ്യർ, നമ്മൾ ചിലരുണ്ട് ഇപ്പോൾ വലിയ ഗമയിൽ മസിൽ പിടിച്ച് അങ്ങനെ എന്തിനാ ഇതൊക്കെ ഞാൻ ചെയ്യാൻ എനിക്ക് അധികാരമുള്ളതാണെന്ന് പറയും, അല്ലേ? ആ രീതിയിൽ. അപ്പോൾ കർത്താവ് അതിനേക്കാളും താഴ്ന്നു, ആ മനുഷ്യനേക്കാളും താഴ്ന്നു ചിന്തിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഞാനിത് പറയേണ്ടുന്നതല്ലയോ? ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ, ഇത്രയും അടുപ്പം ഉള്ളപ്പോൾ ഞാൻ പറയേണ്ടുന്നതല്ലേ എന്ന്. അപ്പോൾ കർത്താവിൻ്റെ മുൻപിൽ കർത്താവ് പറയുന്നു, അവരുടെ മുറവിളി വളരെ വലുതാണ്, അവരുടെ പാപം ഗുരുതരമാണ്. അതിനാൽ അവരുടെ പ്രവൃത്തികൾ എൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ അത് സാധൂകരിക്കുന്നതാണോ അല്ലയോ, അത് ശരിയായിട്ടുള്ളതാണോ അത് എന്ന് എനിക്ക് പോയി കാണണം. അതുകൊണ്ട് അവിടം വരെ പോവുകയാണ് എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ഉള്ള കാര്യം അങ്ങ് തുറന്നു പറയുകയാണ്. അപ്പോൾ അത് ശരിയാണെങ്കിൽ അപ്പോൾ കർത്താവ് നോക്കണേ, മനുഷ്യരെക്കാളും എത്രയോ നീതിയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവ് നീതിയായിട്ടും ന്യായമായിട്ടും പ്രവർത്തിക്കുന്നതാണ്, അല്ലാതെ മനുഷ്യരുടെ കൂട്ടമല്ല. അതിന് അചഞ്ചലമാണ്, അതിന് മാറ്റമില്ല, ഒരിക്കലും ഒരു അണുവിടെ മാറ്റം ഉണ്ടാകത്തില്ല കർത്താവിൻ്റെ നീതിക്കും ന്യായത്തിനും. അപ്പോൾ അവിടെ സോദോമിന് നേരെ നടന്നു, അതുകൊണ്ട് അവിടെ പോവുകയാണ്. അപ്പോഴും കർത്താവിൻ്റെ മുൻപിൽ തന്നെ അബ്രാഹാം അപ്പോഴും പോയി നിന്നു. എന്നിട്ട് പറഞ്ഞു, അബ്രാഹാം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അവിടുന്ന് നശിപ്പിക്കുമോ? അങ്ങനെ നഗരത്തിൽ ഉള്ള 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? 50 പേരുണ്ടെങ്കിൽ അത് 30 പേരാണെങ്കിലോ 20 പേരാണെങ്കിലോ അവസാനം 10 പേരാണെങ്കിലോ എന്ന് ചോദിച്ച് കർത്താവിനോട് അബ്രാഹാം അവർക്ക് വേണ്ടി യാചിക്കുകയാണ്. അപ്പോൾ അബ്രഹാമിനും ആ ചിന്തയുണ്ട്, അത് വിശ്വാസമുണ്ട്. ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദാനം ഉണ്ടല്ലോ, ഞാൻ വഴിയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്, അപ്പോൾ എന്നെ ജനതകളുടെ പിതാവാണെന്നൊക്കെ പറയും. എന്നിട്ട് അവരെ നശിപ്പിച്ചാലോ? അപ്പോൾ അബ്രഹാമിന് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഉണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ. ഇവിടെ മധ്യസ്ഥം നടത്തുവാണ് അവരെ നശിപ്പിക്കാതിരിക്കാൻ. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് അവസാനത്തെ പാപവും ക്ഷമിച്ച് അവരെ
രക്ഷിക്കാൻ പറ്റുമോ, രക്ഷിക്കാൻ കഴിയില്ലേ കർത്താവേ എന്ന് അവിടെ നിന്ന് ചോദിക്കുകയാണ്. ഇതാണ് നമ്മളെ ഉത്തരവാദിത്തപ്പെട്ടവർ, നമ്മുടെ ഗുരുക്കന്മാർ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തം. അതാണ് നമ്മൾ ചെയ്യുന്നത്. വിശുദ്ധ കുമ്പസാരവും എല്ലാം അത് തന്നെയാണ്, അതാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശുദ്ധമായിട്ടുള്ള ഒരു രൂപമാണ്, കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. അവിടെ ഏറ്റുപറഞ്ഞ് അവിടെ രക്ഷിക്കുകയാണ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് കർത്താവിനോടാണ് പറയുന്നത്, പുരോഹിതനോടല്ല. പുരോഹിതനോട് പറയുന്നുവെങ്കിൽ അവിടെ കർത്താവിനെയാണ് കാണേണ്ടത്. പുരോഹിതൻ അത് ഓർമ്മിക്കുക പോലുമില്ല. ഇന്ന് വരെ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. മറിച്ചുണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരിക്കലും പറയത്തില്ല. എന്തുവാണ് എന്ന് ചോദിച്ചിട്ടുള്ള ഭരണാധികാരികളുടെ രാജാക്കന്മാരോടൊക്കെ ചോദിച്ചിട്ടുള്ളപ്പോൾ രാജാക്കന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെ തലപോയ ഗുരുക്കന്മാരുണ്ട്, നമ്മുടെ അതായത് പുരോഹിതന്മാരുണ്ട്. അപ്പം അബ്രഹാമിനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ആ ഒരു വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അവർക്ക് വേണ്ടി മദ്യം വഹിക്കണം, അവരെ ദൈവത്തെ പിന്തിരിപ്പിക്കാൻ ആ ഭാഗത്തു നിന്ന്. അപ്പോൾ ഒരിക്കൽ കൂടി അവസരം കൊടുക്കണമെന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പം സങ്കീർത്തനം 19 സങ്കീർത്തനത്തിൽ 12-13 വാക്യത്തിലൊക്കെ നമ്മൾ പറയുന്നില്ലേ, കർത്താവെ ബോധപൂർവം അല്ലാതെ എന്നിൽ നിന്ന് പറ്റിപ്പോകുന്ന തെറ്റുകളെ നിന്ന് എന്നെ വിശുദ്ധീകരിക്കണമേ, അതെല്ലാം മറക്കണമേ, ആ തെറ്റുകളെ ബോധപൂർവം അല്ലാതെ അറിയാതെ ചെയ്തേ. എന്നിട്ട് അടുത്തത് പറയുന്നുണ്ട്, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും കൂടി എന്നെ വിമുക്തനാക്കണമേ, ഈ ദാസനെ അതിൽ നിന്നെല്ലാം കാത്തുകൊള്ളണമേ. അവ ഞങ്ങളിൽ ഈ തെറ്റുകൾ ബോധപൂർവം ചെയ്തതും ബോധമില്ലാതെ ചെയ്തതും ബോധപൂർവം ചെയ്ത് അറിഞ്ഞുകൊണ്ട് തന്നെ, ചിലപ്പോൾ ചില ദുർബല നിമിഷങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു പോയിട്ടുണ്ട്. ദാവീദിനൊക്കെ അങ്ങനെ വന്നതല്ലേ, അറിഞ്ഞുകൊണ്ടല്ലേ തെറ്റ് ചെയ്തത്. അതൊക്കെ കുറച്ച് അവിടെ 2 വർഷത്തോളം ആ തെറ്റിൽ തന്നെ ഉറച്ചു നിന്നു. ആരും അറിയാത്ത വിധത്തിൽ അതിനെ ഒതുക്കിക്കൂട്ടാനായിട്ട് നിന്നു. വലിയ താൻ വിശുദ്ധനാണ്, വിശുദ്ധ പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞിട്ട് അവസാനം അവളെ കല്യാണം കഴിക്കുന്നു, ഭർത്താവിനെ കൊന്നിട്ട്. അപ്പോൾ ഇതൊക്കെ വലിയ തെറ്റുകളാണ്. അപ്പോൾ അതാണ് ദാവീദ് അതെഴുതി, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും കൂടി എന്നെ കാത്തുകൊള്ളണമേ, എനിക്ക് മുക്തി തരണമേ, മുക്തനാക്കണമേ. അവൻ എന്നിൽ, ഞാൻ പറയും, നമ്മളൊക്കെ പറയുമ്പോൾ ഞങ്ങളെന്ന് പറയണം, ഒരാൾക്ക് വേണ്ടി നമ്മൾ പറയരുത് ഒരിക്കലും, മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടാണ്, നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് വേണ്ടി അങ്ങനെയെങ്കിലും ചിന്തിക്കണം. അപ്പോൾ ഞാനതുകൊണ്ട് അങ്ങനെയാണ് അത് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഞങ്ങളെ കൂടെ ഞാൻ ചൊല്ലും. അപ്പോൾ അതുപോലെ നമുക്കെല്ലാവർക്കും തന്നെ അത് ചൊല്ലാവുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ്. അപ്പോൾ ബോധപൂർവം ഉള്ള ആ തെറ്റുകളും ബോധം അല്ലാതെ ചെയ്യുന്നത്, ഞങ്ങളെ ബോധ്യപ്പെടാതെ അറിയാതെ പറ്റിപ്പോകുന്ന അബദ്ധത്തിൽ അങ്ങനെയുള്ള തെറ്റുകളും ആ തെറ്റുകളൊന്നും ഞങ്ങൾ ഇനി ആധിപത്യം ചെലുത്തരുത്. അതിനി തുടർന്ന് എനിക്കിനി അതുപോലൊന്നും ഉണ്ടാകരുത് എന്ന് നമ്മൾ പറയുന്നത് 19 സങ്കീർത്തനം 12-13 വാക്യങ്ങൾ കാണിക്കുന്നത് അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ രക്ഷിക്കാനാണ് നോക്കുന്നത് അവസാനം. പക്ഷേ അവരുടെ സ്ഥിതി ഏറ്റവും ശോചനീയമായ, ഏറ്റവും മോശമായിട്ടുള്ള ജനതകളായിരുന്നു അവർ. കാരണം ഇന്നത്തെ ആളുകളെ പോലെ സ്വവർഗഭോഗം അതായിരുന്നു അവരുടെ. പിന്നെ ലിവിങ് ടുഗദർ എന്നതുപോലെയൊക്കെ അവർ ഒന്നിച്ച് ജീവിക്കുക, അവരുടെ വിവാഹം എന്നുള്ള ദൈവം നിശ്ചയിച്ച പദ്ധതി, കുടുംബ ബന്ധമില്ലാതെ, അത് ഇന്ന് നമ്മുടെ ഇതിലുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലും ഇങ്ങനെ മുളച്ച് വരികയല്ല, ഇന്ന് പരന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പല നഗരങ്ങളിലും പല ഇടങ്ങളിലും പല വിഭാഗക്കാരുടെ ഇടകളിലും, ക്രിസ്ത്യാനികളുടെ ഇടയിലല്ല ഞാൻ പറഞ്ഞ, എല്ലാവരിലും ഈശ്വരചിന്തയുള്ളവരെല്ലാവരിലും വരികയില്ല. അതിന് ഉന്നത രാഷ്ട്രീയ നേതൃത്വം, പിന്നെ ന്യായാധിപന്മാർ, ഉന്നത നീതിപീഠത്തിലുള്ള ന്യായാധിപന്മാർ ഒക്കെ അതിന് കൂട്ടു നിന്നിട്ടുണ്ട്, അതിനുവേണ്ടി വാദിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണം അവരുടെ രീതികൾ എന്തുവാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാല്ലോ, അവരുടെ ഭവനത്തിലെ രീതികൾ. അപ്പോൾ നമ്മളതുകൊണ്ടത് ഞാൻ അതുകൊണ്ട് ചരിത്രമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും, വാർത്തകളുമൊക്കെ നമ്മളൊക്കെ കാണുന്നതുമൊക്കെയാണ്. ഇപ്പോഴല്ല, കുറേ നാളുകൾക്ക് മുൻപേ അവർ പിന്നെ സുപ്രീം കോർട്ടിലെ ജഡ്ജിയും പിന്നെ അവിടെ വാദിച്ച വക്കീലന്മാരും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവരാണ്, ഉന്നത തലത്തിലുള്ളവരും ഇതിനുവേണ്ടി വാദിച്ചിട്ടുണ്ട്. അതിന് സാധൂകരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ ലിവിങ് ടുഗദറും അതുപോലെയൊക്കെയാണ്, അതൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കർത്താവിനെ പിന്തിരിപ്പിക്കാൻ അബ്രാഹാം ചോദിച്ചു. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അവിടുന്ന് സ്വന്തം കർത്താവ് അവിടെ നിന്ന് പോയി. എങ്ങോട്ടാ? സോദോം ഗൊമോറയിലോട്ട്. അബ്രാഹവും സ്വന്തം സ്ഥലത്തേക്ക്, കൂടാരത്തിലേക്ക് മടങ്ങി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ആ മധ്യസ്ഥം വഹിക്കൽ, ആ ഉത്തരവാദിത്ത ബോധം, സർവ്വജനതകളുടെയും പിതാവ് എന്നുള്ളത്, അപ്പോഴത് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ മാത്രമല്ല, അതിനു മുൻപും കർത്താവിനെ വിശ്വസിച്ച് ഈ അബ്രാഹാം കർത്താവിൻ്റെ പിന്നാലെ വന്നതാണ്, അനുഗമിച്ച ആളാണ്. അപ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെടാത്തവരും അതിനകത്ത് വരുന്നു ഒക്കെ ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ. അപ്പോൾ കാരണം കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനെ കൂടെ പറഞ്ഞ് എല്ലാം കേട്ട് അനുഗമിച്ചത് പരിച്ഛേദനം ചെയ്യുന്നതിന് മുൻപാണ്. അപ്പോൾ അന്നുകൊണ്ട് വിശ്വാസം. അപ്പോൾ അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? പരിച്ഛേദനം ചെയ്യാത്ത ജനതകളും അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. അബ്രാഹമാണ് അവരുടെയും ഉന്നതനായ പിതാവ് എന്നുള്ളത് കാണിക്കാനാണ്. അപ്പോൾ പരിച്ഛേദനം ചെയ്ത് പിന്നെ ഉടമ്പടി വന്നപ്പോൾ അത് ചെയ്തവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാ ജനതകളുടെയും, അതാണ് അവിടെ കർത്താവ് പറഞ്ഞ എല്ലാ ജനതകളുടെയും പിതാവാണ്. ഭൂമിയിലുള്ള എല്ലാ ജനതകളും നീ വഴി അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പരിച്ഛേദനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം അവിടെ നിന്ന് സോദോമിൻ്റെ പാപം വളരെ ഇങ്ങനെയുള്ള നികൃഷ്ടമായിരുന്നു. കാരണം അവർ സ്ത്രീകളോടുള്ള ബന്ധം വിട്ടിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് അവർ ഏർപ്പെട്ടിരുന്നത്. അത് കർത്താവ് ഏറ്റവും വെറുക്കുന്ന നിഷിദ്ധമാണ്. കാരണം കർത്താവ് സ്ഥാപിച്ചതിന് എതിരെ ആയിട്ടുള്ളതാണ്. മൃഗങ്ങളെക്കാളും കഷ്ടമായിട്ടുള്ള ജീവിതം ഇന്ന് നമ്മളുടെ ഉണ്ടെന്നറിയുന്നതിൽ വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഏറ്റവും ദുഃഖിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജനതകളെ ഈ വിധത്തിൽ നയിക്കുന്നതിന് അവർക്കൊരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി. ആ രണ്ട് ദൂതന്മാർ സോദോമിൽ ചെന്നു. അപ്പോൾ അബ്രഹാം ഇതൊക്കെ ചോദിക്കുന്നത് എന്താ? അവിടെ ചെന്നപ്പോൾ ചോദിക്കുന്ന, അവിടെ പോകുന്നതിന് മുമ്പ് കർത്താവ് വിളിക്കാനൊക്കെ പറയാം. കാരണം എൻ്റെ സഹോദരനോടുണ്ട് ഒരു കാര്യം, സഹോദരൻ്റെ കുടുംബം, അത് കുറച്ച് പേരില്ലേ, അതാണ് 5 പേരെങ്കിലും അവസാനം പറയുന്നത് ഉണ്ടെങ്കിലോ ഒന്ന് ഇത് നശിപ്പിക്കത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ 5 പേരെ രക്ഷിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കണം, വൈകുന്നേരം ആയപ്പോൾ ആ 19-ാം അധ്യായത്തിൽ ആ 2 ദൂതന്മാർ സോദോമിൽ ചെന്നു. ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. 2 ദൂതന്മാർ, 3 പേരെയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ 2 ദൂതന്മാർ ആണെന്നായി. 2 ദൂതന്മാർ അവിടെ സോദോമിൽ ചെന്ന്, കർത്താവിൻ്റെ ദൂതന്മാർ 2 പേര് നഗരവാതിൽക്കൽ ഇരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റിരുന്നു, നിലം പറ്റിയ താണു വണങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള അധർമ്മത്തിൻ്റെ ഉത്തുംഗാവസ്ഥയിലുള്ള ആ നാട്ടിലാണ്, ആ ദേശത്താണ് കർത്താവ് ചെല്ലുന്ന, അവരെ പരിശോധിക്കാനായിട്ട് ചെല്ലുന്ന ദൂതന്മാരുമായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ലോത്തും അബ്രഹാം അവരെ സ്വീകരിച്ചതുപോലെ തന്നെ ലോത്തും ആരെന്നറിയാതെ സ്വീകരിക്കുകയാണ്. വഴിയാത്ര ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞു, യജമാനന്മാരെ, ദാസൻ്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക, രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാം. ആരെന്നറിയാതെയാണ് ഇവർ, യാത്രക്കാരാണ്. അവരെ സ്വീകരിക്കേണ്ടുന്നവർ വിഷമപ്പെട്ട് എടുത്ത് വന്ന്, ഇന്നിപ്പം ഞങ്ങൾ വന്നപ്പോൾ അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും അവർക്ക് ആഹാരം കൊടുക്കുകയും അവർക്ക് വിശ്രമിക്കാനുള്ള അവസരം ഒരുക്കുകയും എല്ലാം ചെയ്യേണ്ടുന്നത് നമ്മുടെ കടമയാണ്. പക്ഷേ നമ്മളാരും ഇന്നങ്ങനെ ചെയ്യത്തില്ല. അവരുടെ തൂക്കവും പൊക്കവും ധാടി മോടി കളെല്ലാം അവരുടെ നിലയെല്ലാം നമ്മൾ നോക്കി, വേഷത്തിലും ഭാവത്തിലും എല്ലാം നമ്മൾ വിലയിരുത്തും. എന്നിട്ട് നമ്മൾ അവരെ വീട്ടിലെ പടിക്കൽ പോലും കയറ്റിയുള്ളൂ. കാൽ കഴുകാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും അതാണ്. വീട്ടിലെ തിണ്ണയ്ക്ക് പോലും
കയറ്റുകയില്ല, കാൽ കഴുകിയിട്ട് എല്ലാവരും കയറണം. കയറ്റിയില്ലെന്നല്ല, അവിടെ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോഴത്തേക്ക് വെള്ളം എടുക്കും, വെള്ളം കൊണ്ടുപോയി വരും. അപ്പം നമുക്കാണ് അതില്ല, കാരണം നമ്മുടെ അങ്ങനത്തെ അത്രയും പൊടിയും ഒന്നും പറ്റുന്നില്ല. അവർ വളരെ യാത്ര തിരിച്ചപ്പോൾ എന്ത് ചെയ്തു? അവർ വളരെ നിർബന്ധിച്ചപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി അവർ അത് ഭക്ഷിച്ചു. വിരുന്ന് ഒരുക്കി പുളിപ്പില്ലാത്ത അപ്പവും. ഈ പുളിപ്പില്ലാത്ത അപ്പത്തെ നമ്മൾ മുൻപ് കണ്ടല്ലോ. അപ്പോൾ ഇനിയും കാണാൻ എവിടെ? ഈ പുറപ്പാടിൽ ആദ്യമായിട്ട് അവർ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കാനാണ് കർത്താവ് പറയുന്നത്. കാരണം പെട്ടെന്ന് കലക്കി കൂട്ടി ചെയ്യുകയാണ്. അപ്പോൾ അത് പുളിക്കത്തില്ല, മാവ് പുളിക്കാനുള്ള സമയമില്ല. അപ്പോൾ അങ്ങനെ പുളിപ്പില്ലാത്തപ്പം പെട്ടെന്ന് അവർ തയ്യാറാക്കി കൊടുത്തു. മറ്റ് ഇപ്പം ഇറച്ചിയോ കാര്യങ്ങളോ അപ്പം വേണ്ടിയത് വെണ്ണയും പാലും അതൊക്കെ അവിടെ വേണ്ടിയതാണ് അന്നത്തെ വിരുന്നിന് വലിയ രീതി ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ അബ്രഹാം ചെയ്തതുപോലെയാണ്. അവരൊരു ടെസ്റ്റ് ഡോസ് അവിടെ നടത്തുന്നുണ്ട് ഈ വന്നവർ, അതായത് കർത്താവിൻ്റെ ദൂതന്മാർ അല്ലെങ്കിൽ കർത്താവ്. അവരെ ഇന്ന് അവിടെ താമസിക്കാൻ നാളെ രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാമെന്ന് പറഞ്ഞപ്പോൾ രാത്രി ഞങ്ങൾ തെരുവിൽ കഴിഞ്ഞുകൊള്ളാം, അങ്ങോട്ട് കയറുന്നില്ലെന്ന് പറഞ്ഞു, കഴിച്ചുകൊള്ളാമെന്ന്. അപ്പോൾ ഈ ലോത്തിൻ്റെ ഹൃദയശുദ്ധി, നീതിമാനായ ആ അവസ്ഥ, നീതിയുടെ അവസ്ഥ ഒന്ന് പരിശോധിക്കുകയാണ്, അവിടെ ടെസ്റ്റ് ചെയ്യുകയാണ്. അവിടെയും ലോത്ത് വിജയിച്ചു, അബ്രാഹത്തെ പോലെ തന്നെയായി. എല്ലാം പറ്റത്തില്ല. കാരണം രാത്രിയിൽ എന്താണ് തെരുവിൽ കഴിയുന്ന പുരുഷന്മാരോട് അവിടുത്തെ ആ ദേശത്തുകാർ ചെയ്യുന്നതെന്നുള്ളത് ലോത്തിനറിയാമല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു. അവർ അവസാനം അങ്ങനെ നിർബന്ധം സഹിക്കാൻ വയ്യ വന്നപ്പോൾ അവരെ വീട്ടിലേക്ക് പോയി. അവൻ അവർക്ക് വിരുന്നൊരുക്കി. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ ഇത് മനസ്സിലാക്കണം. ഇത് നമുക്ക് വേണ്ടിയും കൂടാണ് എഴുതിയിരിക്കുന്നത്. നമ്മളെ വിശ്വസിക്കുക. അവിടെ കർത്താവ് അബ്രാഹത്തിനോടും സാറായോടും പറഞ്ഞപ്പോൾ അബ്രഹാം പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, സാറായും അർദ്ധ അവസ്ഥയിൽ വിശ്വസിച്ചു. ചിരിച്ചെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴും തർക്കിച്ചില്ല, അത് നടക്കുമെന്നുള്ളതറിയാം. അപ്പോൾ ഇത്രയും പ്രായമായ മൃതപ്രായമായ ശരീരങ്ങളിലും അത് ഒരു കുഞ്ഞിന് ജന്മമേക്കാൻ കഴിയും. കർത്താവിൻ്റെ ശക്തിയുണ്ട്, കർത്താവിനൊന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞ കർത്താവ് അവരെ വിശ്വസിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലും ഒരുപാട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ ധാരാളം പേരുണ്ട്, പലരുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ആ വിശ്വാസത്തോടു കൂടി അവർ പ്രാർത്ഥിച്ചാൽ അവർക്കും അബ്രഹാത്തെ പോലെ തന്നെ സാറായെയും പോലെ അവർക്കും മക്കളുണ്ടാകും. അവരും പിതാവും മാതാവും ആകും. അതുകൊണ്ട് നമുക്കൊരു ചെറിയ പ്രാർത്ഥന ഞാൻ പറയുകയാണ്. അത് നിങ്ങൾ കേട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരും പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ പിതാവേ, അത് കർത്താവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ഉൽപ്പത്തി 1:28 അവിടുന്ന് സകല ജനതകൾക്കും നൽകിയ ആജ്ഞയും, അവിടെ സകല ജനതകൾക്കും നൽകിയ ആജ്ഞ എന്തായിരുന്നു? നിങ്ങൾ വർദ്ധിച്ച് പെരുകുവിൻ, ഭൂതലം മുഴുവനും പെരുകുവിൻ. അപ്പോൾ അതാണ് 1:28 അവിടുന്ന് സകല ജനതകൾക്ക് നൽകിയ ആജ്ഞയും. ഉൽപ്പത്തി 18:14 അബ്രാഹത്തിനും സാറായിക്കും അവരുടെ വാർദ്ധക്യത്തിലും അവർക്ക് സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിച്ച പിതാവേ, സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന ഞങ്ങൾക്കും സന്താനങ്ങളെ നൽകി അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി അങ്ങേക്ക് കൃതജ്ഞത അർപ്പിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. ഈ പ്രാർത്ഥന ഒന്നും കൂടെ ഞാൻ വായിക്കാം. ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ പെട്ടെന്ന് ഒന്ന് എഴുതിയതാണ്. ഇപ്പോൾ ഈ ഓടാൻ ഇവിടെ ഒന്ന് എഴുതിയതാണ്. കാരണം ഈ ആ സമയത്ത് നമുക്ക് പ്രാർത്ഥന മക്കളില്ലാത്തവർക്ക് വേണ്ടി, അവരും നിങ്ങൾ മക്കളില്ലാത്തവർ ഇത് ഇല്ലാത്തവർക്ക് വേണ്ടി മറ്റുള്ളവർ ഇത് അയച്ചു കൊടുക്കണം. അവരിത് പ്രാർത്ഥിക്കണം, അവരോട് റിക്വസ്റ്റ് ചെയ്യണം. പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കർത്താവിനെ ധ്യാനിച്ച് ഈ വാക്യങ്ങളും വായിച്ച് ഉൽപ്പത്തി 1:28 ഉൽപ്പത്തി 18:14 വാക്യവും ഈ അടുത്ത വസന്ത സമയത്ത് ഞാൻ വരും. അപ്പോൾ സാറായുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കും എന്ന് കർത്താവ് ഉറപ്പിച്ച് പറയാണ്, വാഗ്ദത്തം ചെയ്യുകയാണ്.
അത് ഈ വാക്യങ്ങളും ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാകും. പിതാവേ, ഉൽപ്പത്തി 1:28 അവിടുന്ന് സകല ജനതകൾക്കും നൽകിയ ആജ്ഞയും ഉൽപ്പത്തി 18:14 അബ്രഹാത്തിനും സാറായിക്കും അവരുടെ വാർദ്ധക്യത്തിലും അവർക്ക് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച പിതാവേ, സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന ഞങ്ങൾക്കും സന്താനങ്ങളെ നൽകി അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി അങ്ങേയ്ക്ക് കൃതജ്ഞതയർപ്പിച്ച് മഹത്വപ്പെടുത്തുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. എല്ലാ മതസ്ഥർക്കും ഈ പ്രാർത്ഥന ഹൃദയസ്ഥമാക്കാം, അത് ചൊല്ലാം. ദിവസവും ഓർമ്മിക്കുമ്പോഴൊക്കെ ഇത് മനപാഠമാക്കിക്കൊണ്ട് ഇത് ഈ വാക്യങ്ങളും മനപാഠമാക്കിക്കൊണ്ട് ആ 2 വാക്യങ്ങളും ചൊല്ലി നിങ്ങൾ കർത്താവിന് കാഴ്ചവെക്കുക. കർത്താവിന് കൃതജ്ഞത അർപ്പിച്ചിട്ടുണ്ട്. കർത്താവെ, അവിടത്തേക്ക് നന്ദി. ഞങ്ങൾക്കിതിന് ഈ അവസരം തന്നതിന്, ഞങ്ങൾക്കിത് തോന്നിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കണം. എപ്പോഴും നമ്മളുടെ ആവശ്യം പറയുമ്പോഴും കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ ഈശോ പൗലോസ് അത് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. അത് ഞാൻ ഇത് പറയാം. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് വേണം. ആ കൃതജ്ഞത അർപ്പിക്കുമ്പോൾ ആര് വഴിയാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ, നമ്മുടെ മധ്യസ്ഥൻ. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മളെ വീണ്ടെടുത്തവൻ. അപ്പോൾ ആ കർത്താവ് വഴി, യേശു ക്രിസ്തു വഴി പിതാവിന് കൃതജ്ഞതയും മഹത്വവും നമ്മൾ കൃതജ്ഞത അർപ്പിച്ച് പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.